Malayalam movie, Darling, Darling. Okay, conversations please. Rolling camera, action. ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ വരുന്നവരുടെ മെയിൻ സ്പോട്ടുകളിലൊന്നാണ് റാമോജി ഫിലിം സിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര റാമോജിയിലേക്കാണ്. അവരുടെ ടിക്കറ്റും പാക്കേജും എല്ലാം വരുന്നത് സ്റ്റുഡിയോ ടൂർ പാക്കേജ്, റാമോജി സ്റ്റാർ എക്സ്പീരിയൻസ് എന്ന് 2 രീതിയിലാണ്. നമ്മളെടുത്തത് സ്റ്റുഡിയോ ടൂർ പാക്കേജാണ് കേട്ടോ. അഡൽട്ടിന് 1350യും ചൈൽഡിന് 1150യുമാണ് വരുന്നത്. ബിലോ 33 ഇഞ്ചിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. റാമോജി സ്റ്റാർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കൂടിയ ടിക്കറ്റിൽ 3000 റുപ്പീസ് അഡൽട്ടിനും ചൈൽഡിന് 2799 വരും. അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പ്രസ് എൻട്രിയും AC ബസ്സും ബൊഫെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്റ്റിക്കർ ലഭിക്കും. റെഡ് കളർ സ്റ്റിക്കർ എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടൂറിൻ്റെയും യെല്ലോ കളർ ടിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ എക്സ്പീരിയൻസിൻ്റെയുമാണ്. ഇത് വെച്ചാണ് അവിടെയുള്ള എംപ്ലോയീസ് നമ്മൾ ഏത് പാക്കേജാണ് എടുത്തതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ബേബി ഫുഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ. ഔട്ട് സൈഡിൽ നിന്നുള്ള ഫുഡ്സ് അല്ലാതെ കംപ്ലീറ്റ്ലി അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കണ്ട ബസ്സിലല്ലാട്ടോ നമ്മൾ പോകുന്നത്, നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നിടത്തുനിന്ന് ഒരു 10 കിലോമീറ്ററെങ്കിലും ഉള്ളിലാണ് നമ്മുടെ റാമോജിയുടെ മെയിൻ ആയിട്ടുള്ള ഗേറ്റ് വരുന്നത്. അവിടെ നിന്നാണ് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ അവരുടെ ഒരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ നമുക്ക് ഏത് സിനിമ എവിടെയാണ് ഷൂട്ട് ചെയ്തത് എന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. റാമോജിയുടെ ചരിത്രവും എല്ലാം നമുക്ക് അവർ വിശദീകരിച്ച് തരും. നമ്മൾ കണ്ട പഴയ സിനിമകളെല്ലാം ഒട്ടുമിക്ക സിനിമകളും ഷൂട്ട് ചെയ്തത് നമ്മുടെ ഈ റാമോജിയിലാണ്. 1666 ഏക്കർ പരന്നെടുക്കുന്ന നമ്മുടെ റാമോജി ഫിലിം സിറ്റിക്ക് വേൾഡിലെ ലാർജസ്റ്റ് ഫിലിം സിറ്റിക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. తెలుగు మూవీ జులై ఓ మధు సాంగ్ లో చూడొచ్చు. अखंडा मूवी లో కూడా చూడొచ్చు. नीचे फूलों की दुकान ऊपर गोरी का मकान गाने में भी देख सकते हैं. यू कैन सी मलयालम मूवी डार्लिंग डार्लिंग. मलयालम मूवी डार्लिंग डार्लिंग शॉट हियर वन सॉन्ग. നമ്മൾ കണ്ടിട്ടുള്ള പഴയകാല സിനിമകളിൽ ഒട്ടുമിക്കതും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 1996 റാമോജി റാവു ആണ് റാമോജി ഫിലിം സിറ്റി സ്ഥാപിച്ചത്. യാത്രയിലുടനീളം ഗൈഡ് നമുക്ക് ഷൂട്ട് ചെയ്ത സിനിമകളുടെ പേരെല്ലാം പറഞ്ഞു തരും. Telugu movie, Kannada movie, Chandramukhi, Laka Laka Wedding. You can see Malayalam movie 2020 and Patram also shot here. तेलुगु पेंट लगाकर गुरुद्वारा, रब ने बना दी जोड़ी, होले होले हो जाएगा प्यार, गाना यहीं पर शूट किया था. और अपने बस के सामने देखिए फतेहपुर का सिकड़ी बुलंद दरवाजा, ये इतना बुलंद है कि पूछो मत, 4 आदमी जाके धक्का मारे तो गिर जाएगा. और इस लोकेशन को सिंगम मूवी में देख सकते हैं, यमला पगला दीवाना मूवी में देख सकते हैं. तेलुगु मूवी बिमला नायक मूवी చూడొచ్చు, గుంటూరు కారం మూవీలో కూడా చూడొచ్చు. యూ कैन सी मलयालम मूवी CID मूसा, फाइटिंग सीन शॉट हियर CID मूसा. ये टोटल प्लास्टो पेरिस और फाइबर नॉट ओरिजिनल, ओनली फॉर सेटअप है. ये नॉर्थ इंडियन लोकेशन, ज्यादातर फाइटिंग सीन मार्केट सीन के लिए इस्तेमाल किया जाता है. देखो ये लोकेशन नहीं, फाइटिंग सीन मार्केट सीन की यूज చేస్తారు. और आपके लेफ्ट साइड में आगरा का ताजमहल, व्हाइट पेंट लगाने से ताजमहल बन जाएगा, ग्रीन पेंट लगाने से मस्जिद, 2 in 1. और आपके लेफ्ट साइड में गेटवे ऑफ मुंबई टू आगरा वॉकेबल डिस्टेंस. मुंबई से आगरा चल के आ सकते, जा सकते सिर्फ फिल्म सिटी में. का चोर बाजार, बड़े मियाँ छोटे मियाँ मूवी में देख सकते हैं शराफत अली का चोर बाजार. दृश्यम मूवी लो చూడొచ్చు, गब्बर सिंह मूवी लो చూడొచ్చు, लेटेस्ट मूवी पुष्पा लो కూడా చూడొచ్చు. राइट साइड में ये है हमारा सेंट्रल जेल. हमारे सेंट्रल जेल को आप देख सकते हैं. तेरे नाम, पुलिसगिरी, दृश्यम, నేనే రాజు, నేనే మంత్రి మూవీలో చూడొచ్చు, RRR మూవీలో చూడొచ్చు, సర్కారు వారి పాట, DJ టిల్లు మూవీలో కూడా చూడొచ్చు. ऑलरेडी अंदर शूटिंग चल रहा है पुष्पा 2 का. ऑलरेडी शूटिंग നടത്തുന്നത് പുഷ്പ 2. ഓൾറെഡി സെൻട്രൽ ജയിലിനകത്ത് നമ്മുടെ പുഷ്പ 2ൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായി. ബസ് ഒരു 4-5 പ്രാവശ്യം അതിന് ചുറ്റും വലം വെച്ചെങ്കിലും ഒരിക്കൽ പോലും നമുക്ക് അല്ലു അർജുനെ കാണാൻ പറ്റിയില്ല. ടോട്ടൽ 4 ഡെസ്റ്റിനേഷനിലാണ് വണ്ടി നിർത്തുക. ഓരോ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ട് അടുത്ത ബസ്സിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഭാഗവതം. രാമായണം, മഹാഭാരതം പോലുള്ള സീരീസുകളും സിനിമകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതിനുശേഷം നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. തൊട്ടടുത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഒട്ടുമിക്ക മലയാള സിനിമകളും ഇവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത്. അവിടെ പല ടൈപ്പ് കോൺടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. റീസെൻ്റ്ലി അവിടെ ഷൂട്ട് ചെയ്തത് തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു. ഓരോ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അവർ വന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത ബസ് കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇനി മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ബാഹുബലി സെറ്റാണ്. ഇതാണ് ബാഹുബലി സെറ്റിൻ്റെ എൻട്രൻസ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മിനിയേച്ചർ വെർഷൻ നമുക്ക് കാണാൻ പറ്റും ബാഹുബലി സെറ്റിൻ്റെ. ബാഹുബലി സെറ്റിലെത്തുമ്പോഴാട്ടോ റാമോജിയിൽ ഒരു ദിവസം എത്ര തിരക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ആൾക്കാരാണ്. പിന്നെ എല്ലാ സ്പോട്ടിലും ക്യാൻറ്റീനും വാട്ടർ കളക്ട് ചെയ്യാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇതാണ് നമ്മുടെ ബാഹുബലി സെറ്റിൻ്റെ എൻട്രൻസ്. ഈ ഡോറ് കിടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ 2 ആനകളെയാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള അതേ സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സിനിമ നടന്മാരും നടിമാരും ജോലിയൊന്നും അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ വെയിലാണ്, ഈ വെയിലത്ത് നിന്നിട്ടാണ് അവർ ഷൂട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കിനി ബാഹുബലി സെറ്റ് ഒന്ന് കറങ്ങിക്കാണാം. പിന്നെ ചൂട് കാലത്താണ് നിങ്ങൾ റാമോജി വരാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. എൻ്റെ അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണ്, നല്ല ചൂടാണ്, ഒരുപാട് നടക്കാനുണ്ട്, നമ്മൾ മടുത്തു പോകും. പിന്നെ ഇവിടെ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ബാഹുബലി സിംഹാസനം. അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. പിന്നെ ബാഹുബലി സിനിമയിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അതുപോലെ തന്നെയുണ്ട് കാണാൻ. അവിടുന്ന് നേരെ നമ്മൾ പോയത് ബാഹുബലി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ പല കോൺടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിന്നാൻ കഴിവുള്ളവരാണെങ്കിൽ, അതായത് തീറ്റ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ബാഹുബലി ചലഞ്ച് നടത്താൻ പറ്റും. അതായത് ബാഹുബലി ഫുഡ് ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ വിജയിച്ച ആ കഴിച്ച ഫുഡിൻ്റെ കാശ് കൊടുക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാഹുബലിയുടെ ഡ്രസ്സ് ഇട്ട് ആ സിംഹാസനത്തിൽ നിന്ന് ഫോട്ടോയും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഈ ബിരിയാണിയും പിന്നെ കൂടെ ഒരു സാധനമുണ്ട്, ഈ സാധനം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇതുമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ബലമായ സംശയം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യമായിട്ട് ഫുഡ് വാങ്ങിക്കുന്നത്, അതായത് അന്നത്തെ ദിവസം ആദ്യമായിട്ട് ഫുഡ് വാങ്ങിക്കുന്നത് ഞങ്ങളാണെന്ന് തോന്നുന്നു. ബിക്കോസ് ബിരിയാണി ചെമ്പ് ഞങ്ങൾ വന്നപ്പോഴാണ് തുറന്നത്. 5 പൈസയ്ക്കുള്ളില്ല ഫുഡാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ബട്ട് ഉള്ളത് ഓപ്പണായിട്ട് പറയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങളെങ്ങാനും പോയി അതിലെങ്ങാനും പങ്കെടുത്ത് നിങ്ങളുടെ കാശ് പോകും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളെങ്ങനെ പങ്കെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ബിക്കോസ് വായിൽ വയ്ക്കാൻ കൊള്ളില്ലാത്ത ഫുഡാണ് തന്നത്, സീരിയസ്ലി. അതുകൊണ്ട് ദൈവത്തോർത്ത് ബാഹുബലി റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങളുടെ കാശ് കളയരുത്, വയറും കളയരുത്. ഇതാണ് കേട്ടോ നമ്മുടെ 3ാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ സ്പോട്ടിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല, നല്ല വെയിലുമായിരുന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ അല്ലു അർജുനെ കാണാൻ പറ്റിയില്ലെങ്കിലും അല്ലു അർജുൻ ഓടിച്ചത് ലോറി നമുക്ക് കാണാൻ പറ്റി. അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ഈ സ്പോട്ട് നമ്മൾ മിക്ക മലയാളികൾക്ക് അറിയായിരിക്കും. ഞാനില്ല നിന്നോട് കൂടെ. അത് തന്നെ നമ്മുടെ ഉദയനാണ് താരം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. പുറത്തുനിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, സിമെൻറ്റിലൊക്കെയാണ്. അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. വാ കണ്ടു നോക്ക്. കാശുകാരുടെ ബിൽഡിംഗ് അല്ലേ, അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വിമാനത്താവളം വരുന്നത്, എയർപോർട്ട്. അവിടെ ഇൻഡിഗോ ഉണ്ട്. ഇതവിടെ കണ്ടോ സീറ്റിൽ ആരോ ഫ്ലൈറ്റ് നോക്കി ഇരിക്കുക. എയർ ഹോസ്റ്റസ് ഇല്ല, ഫോട്ടോയുണ്ട്. പിന്നെ ഫ്ലൈറ്റിന് തലയൊന്നുമില്ല, നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമൊന്നുമില്ല, അല്ലാതെ ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അടഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നല്ലേ, അതൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ഫ്ലൈറ്റിൻ്റേതായ എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മുടെ വെട്ടം ആ മൂവീസൊക്കെ ഇവിടെയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഫ്ലൈറ്റിനകത്തുള്ള സീൻസും കാര്യങ്ങളെല്ലാം. പിന്നെ ഒരുപാട് നേരം നമുക്കിതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല, നല്ല ചൂടും കാര്യങ്ങളും. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ ഇറങ്ങി കാണുന്നതാണ് നമ്മുടെ റോക്കി ബായുടെ വീട്. KGF ഫണ്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ കാണുന്നത് നമ്മുടെ ഇട്ടിമാണി പോലുള്ള സിനിമകളിലെ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. അതിക്കടെ വെള്ളം വരുന്നുണ്ടായി. ആ കൊട്ടും ചൂടത്തേടെ നടന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞു ഇത് നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഷൂ ഇട്ടുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ ചേച്ചി കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടാണ് കയറി വന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത ബസ് കയറി നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി, ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക്. അവിടെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ബട്ടർഫ്ലൈനൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. കാണാൻ പറ്റും 4-5 എണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വിങ്സ്, അതായത് ബേഡ്സ് പാർക്ക്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ ബേഡ്സ് ഉണ്ടായിട്ടോ. എനിക്ക് അവിടെ പോയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഇതിന് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ സൂ പാർക്കിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് അട്ടർ വേസ്റ്റായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ കാഴ്ച കാണാനുണ്ടായി, ഇഷ്ടം പോലെ കിളികളുണ്ടായി.
അതുകൊണ്ടൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കണ്ടോ നല്ല ഭംഗിയുള്ളത്. അവിടെ ചില കളികളും ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ നല്ല കളി, അവർ കിടന്ന് ചാടി കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. ചിലവർ നമ്മൾ മൈൻഡ് ചെയ്യില്ല, പക്ഷെ ചിലവരുണ്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കണ്ടോ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുക. ഈ പുള്ളിക്കാരനെ കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഞാനിച്ചിരി ഓവർ ആവുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇത് കണ്ടോ ഓപ്പണായിട്ട് ബേഡ്സിനെ ഇങ്ങനെ തുറന്നു വിട്ടേക്കാം. നമ്മുടെ തൊട്ടടുത്ത കടയൊക്കെ ബേഡ്സ് ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിള്ളേർക്കല്ല, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കൃപാലു കേവ്സിലേക്കാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ കുറേ ബുദ്ധന്മാരൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സിനിമയിലൊക്കെ വന്നിട്ടുണ്ടാവും ഈ ഗുഹ. ഞാൻ ഇതുവരെ ഒന്നിലും കണ്ടിട്ടില്ല. നിങ്ങളിത് ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ, മറക്കരുതേ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ റാമോജിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അതിനുള്ള ഹോട്ടലാണ് നമ്മൾ ഈ കാണുന്നത്. ഈ നടന്മാരും നടിമാരൊക്കെ വരുമ്പോൾ ഈ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് സിനിമ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, അതിനകത്ത് സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ടെക്നിക്കാലിറ്റീനെ പറ്റി പറയുന്ന ക്ലാസ് എടുക്കുന്ന ഒരു ഷോയിലേക്കാണ്. അവിടെ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ദാ കാണും. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇനിയും കാണാനുണ്ട്. എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തിയ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണണം. ഹൈദരാബാദ് വരികയാണെങ്കിൽ ഫിലിം സിറ്റി നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിൽ നഷ്ടമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചൂട് കാലത്ത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എനിക്ക് റാമോജി ഫിലിം സിറ്റിയിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാ ഈ കാണുന്ന സംഭവമാണ്. ഇത് നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഹൈദരാബാദ് വരുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.